സോ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യായിരുന്നു. എനിക്ക് കിട്ടിയ ഒരു റിയലൈസേഷൻ ഞാൻ ഷെയർ ചെയ്യാം. ഞാനിങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ബോണൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുമായിരുന്നു. ബോഡിയൊക്കെ ഭയങ്കര ശാന്തമായിട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ ബോൺ സ്ട്രക്ചറും എൻ്റെ ബോഡിയുടെ ഫോമൊക്കെയാണ് ഞാൻ ഫീൽ ചെയ്തിരുന്നത്. അപ്പം ഞാൻ ആലോചിക്കുകയുണ്ടായി, ഞാനിങ്ങനെ ജസ്റ്റ് ഫോം മാത്രമാണെങ്കിൽ, ഞാൻ ജസ്റ്റ് ഫോമും മാത്രമാണെങ്കിൽ ഈ മാസ്കുലിൻ എനർജിയും ഫെമിനിൻ എനർജി എവിടെ? അപ്പോൾ എനിക്ക് എന്നെ ഭയങ്കര എംപ്റ്റി ആയിട്ടാണ് ഫീൽ ചെയ്തിരുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഹോളോ അല്ലെങ്കിൽ ഒരു രൂപം മാത്രമായിട്ട്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഫോം മാത്രമാണെങ്കിൽ ഇവിടെ മാസ്കുലിൻ എനർജിയും ഫെമിനിൻ എനർജി എവിടെ? അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്കറിയാം ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമ്മുടെ ഫെമിനിൻ എനർജിയാണ്. അപ്പോൾ ഈ ഫോം റിയലല്ല. അപ്പോൾ എനിക്കിങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഈ ഫോം റിയലല്ല, ഇതിലൊരു കഴമ്പില്ല, എന്നെ ഇതിൽ മാത്രമായിട്ട് ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ത് സംഭവിക്കും ഈ ഫോമിന്? ഈ ഫോം ട്രാൻസ്ഫോം ചെയ്യില്ലേ? ഈ ഫോം ട്രാൻസ്ഫോം ചെയ്യും. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമുക്ക് എന്ത് രൂപത്തിലേക്ക് വേണമെങ്കിലും ട്രാൻസ്ഫോം ചെയ്യാം. നമുക്ക് എന്തും ആവാം. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഫോമിന് എന്തെങ്കിലും കേട് പറ്റിയാലും അസുഖങ്ങൾ വന്നാലും, അതിപ്പോൾ മർഡേഡായാലും, ഈ ഫോം എന്ന് പറയണത് അത്ര പ്രശ്നമുള്ള കാര്യമല്ല. നമ്മൾ ഈ ഫോമിനെക്കാട്ടും അതീതാണല്ലേ. അപ്പോൾ നമുക്ക് ഈ ഫോമിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അത് നമുക്ക് ബേസിക്കായിട്ടുള്ളൊരു കഴിവ് തന്നെയാണ്. കാരണം നമ്മൾ ഈ ഫോം അല്ലാത്തത് കൊണ്ട് തന്നെ, നമ്മൾ ഈ ഫോമിനെ ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാൾ മാത്രമായിട്ടാണ് നമ്മൾ ഈ കറൻറ്റ് സ്റ്റേറ്റിലിരിക്കുന്നതല്ലേ. അപ്പോൾ അത് ആലോചിച്ച് പോയപ്പോൾ എനിക്ക് മനസ്സിലായി, ഫെമിനിൻ എനർജി എന്ന് പറയുന്നത് ഫോമാണല്ലേ, മാസ്കുലിൻ എനർജി എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ്സാണ്. നമ്മൾ ആ ഫോമിനെ പറ്റി കോൺഷ്യസ് ആവാണ്. അപ്പോൾ എന്താണ് യൂണിയൻ? ഇങ്ങനെ രണ്ട് എനർജികൾ എവിടെ നിന്ന് വന്നു? ഞാനൊരു ക്രിയേഷനാണല്ലേ. അപ്പോൾ ഈ ക്രിയേഷൻ ഉള്ളിടത്ത് മാത്രമാണ് ഈ മാസ്കുലിൻ എനർജിയും ഫെമിനിൻ എനർജി ഉണ്ടാവുള്ളൂ. ഈ ഫോമിനെ പറ്റിയിട്ടുള്ള കോൺഷ്യസ്നെസ്സും നമുക്കുണ്ടാവുള്ളൂ. എൻ്റെ ഫോം ഇങ്ങനെയാണ്, എൻ്റെ ഫേസ് ഇങ്ങനെയാണ്, എൻ്റെ കണ്ണിങ്ങനെയാണ്, എൻ്റെ മൂക്ക് ഇങ്ങനെയാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ കോൺഷ്യസ് ആവുന്നത്, എൻ്റെ പ്രോഗ്രാമിങ് എങ്ങനെയാണ്, എൻ്റെ സ്വഭാവ സവിശേഷതകൾ ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഞാൻ കോൺഷ്യസ് ആയിരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ മാസ്കുലിൻ എനർജിയും ഫെമിനിൻ എനർജിയായിട്ട് സ്പ്ലിറ്റ് ആയതുകൊണ്ടാണ്. എനിക്ക് ഫോമുണ്ട്, ഞാനൊരു പ്രത്യേക രൂപത്തിലാണെന്നുള്ളതിന് ഞാൻ കോൺഷ്യസ് ആണ്. അപ്പോൾ എനിക്ക് മാസ്കുലിൻ എനർജിയും ഫെമിനിൻ എനർജിയും ഉണ്ട്. അത് രണ്ടും ഉണ്ടാവുന്നത് ഒരു ക്രിയേഷൻ സംഭവിക്കുമ്പോൾ മാത്രമാണ്. ഞാനൊരു ക്രിയേഷൻ ആയതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ക്രിയേഷനും അതീതം ആണ്. അപ്പോൾ എനിക്ക് മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഫോമല്ല, എനിക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയും, ഫോമിനൊരു മീനിങ് ഇല്ല, ക്രിയേഷനെക്കാട്ടും അതീതമാണെന്നുള്ളൊരു തോന്നലാണ് ഉണ്ടായത്. അപ്പോൾ അതാണ് യൂണിയൻ വരുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ക്രിയേഷൻ ഉള്ളപ്പോൾ മാത്രമാണ് അവിടെ ഫെമിനിൻ എനർജിയും മാസ്കുലിൻ എനർജിയും ഉണ്ടാകുന്നത്. ഞാനൊരു ക്രിയേഷൻ ആയതുകൊണ്ടാണ് ഫെമിനിൻ എനർജിയും മാസ്കുലിൻ എനർജിയും ഉണ്ട്, അതിൻ്റെ യൂണിയൻ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു യൂണിയൻ ജേണിയിലാണെന്നുള്ളൊരു അവബോധം എനിക്കുണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂണിയനെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? മാസ്കുലിൻ കോൺഷ്യസ്നെസ്സും ഫെമിനിൻ ഫോമുമാണെങ്കിൽ നമ്മൾ യൂണിയനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന വിധം എന്ന് പറയുന്നത് സ്റ്റേറ്റിലാണ്. നമ്മുടെ സ്റ്റേറ്റ് എന്താണോ അതാണ് യൂണിയൻ. അതായത് നമുക്കൊരു ഫോം ഉണ്ടെന്ന് നമുക്കറിയാം, നമ്മൾ ആ ഫോമിനെ പറ്റി കോൺഷ്യസ് ആണെന്ന് നമുക്കറിയാം, നമുക്ക് മാസ്കുലിനും ഫെമിനിനും ഉണ്ടെന്ന് നമുക്ക് അറിയാം. പക്ഷേ നമ്മുടെ മാസ്കുലിൻ ഏതാണ്, നമ്മുടെ ഫെമിനിൻ ഏതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് യൂണിയനിലാണ്. യൂണിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റാണ്, നമ്മളിരിക്കുന്ന അവസ്ഥ, നമുക്ക് തോന്നുന്ന ആ ഫീലിങ്സും നമ്മൾക്ക് തോന്നുന്ന ആ പ്രസൻസും ആ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സ്റ്റേറ്റും, നമ്മുടെ ആ സ്റ്റേറ്റാണ് യൂണിയൻ. അപ്പോൾ ഒരു ഫെമിനിന് ആളുടെ മാസ്കുലിനെയും ഒരു മാസ്കുലിന് ആളുടെ ഫെമിനിനെയും തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ ആ യൂണിയനിലാവുന്നത് രണ്ടുപേരും പെർഫെക്റ്റായി ബാലൻസ് ആയിരിക്കുന്ന അവസ്ഥ ആണ് സ്റ്റേറ്റ്. അപ്പോൾ യൂണിയൻ എന്നത് സ്റ്റേറ്റും ഫെമിനിൻ എന്നത് ഫോമും മാസ്കുലിൻ എന്നത് കോൺഷ്യസ്നെസ്സും. അപ്പോൾ ഇതെനിക്കിപ്പോൾ കിട്ടിയൊരു ഡൗൺലോഡാണ്. ഈ ഡൗൺലോഡ് എനിക്കറിയാമെങ്കിൽ പോലും ഞാനിപ്പോൾ വളരെ ഡീപ്പായിട്ട് അത് സെൻസ് ചെയ്തു എന്ന് തന്നെ പറയാം. അതായത് ഞാൻ ഫോംലെസ് ആണ്, ഈ ഫോമിനൊരർത്ഥമില്ല, ഞാൻ ജസ്റ്റ് ഒരു ക്രിയേഷൻ മാത്രമാണ്. അപ്പോൾ എനിക്ക് യൂണിയൻ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിരിക്കുന്ന അവസ്ഥയിലാണ്, ഞാനിരിക്കുന്ന സ്റ്റേറ്റിൽ തന്നെയാണ്. അപ്പോൾ
ഞാൻ മസ്കുലിനും ഫെമിനിനും അതീതമാണെന്നത് എനിക്ക് അനുഭവിക്കണമെങ്കിൽ എൻ്റെ ട്രൂ ആയിട്ടുള്ള ആ ഒരു കാര്യം ഞാൻ എന്താണ് എന്നുള്ളത് ഞാൻ അനുഭവിക്കണമെങ്കിൽ എൻ്റെ സ്റ്റേറ്റ് നോക്കിയാൽ മതി. നമ്മൾ ക്രിയേഷൻ അല്ലെങ്കിൽ നമ്മൾ സ്റ്റേറ്റാണ്. മനസ്സിലായോ? നമ്മൾ ക്രിയേഷൻ അല്ലെങ്കിൽ നമ്മൾ സ്റ്റേറ്റാണ്. നമ്മളൊരവസ്ഥയാണ്. നമ്മൾ മാസ്കുലിനുമല്ല ഫെമിനിനുമല്ല, നമ്മളിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ക്രിയേഷനും അതീതമാണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഫോമിന് വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ ശരീരത്തിൽ വരുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇൻഫെക്ഷനും ഒക്കെ വന്നാലും, ഇപ്പോൾ സ്കിന്നിനൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരാളെ മർഡർ ചെയ്താലും ഫോമിന് പ്രശ്നം സംഭവിച്ചാലും നമ്മൾ വളരെയധികം ഫോംലെസ് ആണ് എന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ടാവും. അപ്പോൾ അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഫോംലെസ് ആയിട്ട് തോന്നുക എന്നുള്ളത്. ഈ ബോഡിയിലൊരു കഴമ്പില്ല എന്നുള്ളൊരവസ്ഥ, എംപ്റ്റി ആയിട്ട് തോന്നുക എന്നുള്ളത്, ആ ഫീലിംഗ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഫോമുമല്ല, ഫോമിനെ പറ്റിയുള്ള കോൺഷ്യസ്നെസ്സുമല്ല, ഞാൻ എന്താണ്, സ്റ്റേറ്റാണ്, ഞാനൊരവസ്ഥയാണ്. അപ്പോൾ ഈ അവസ്ഥയ്ക്ക് ഒരു മീനിങ് ഇല്ല എന്നല്ല അർത്ഥം, അവസ്ഥയ്ക്ക് മീനിങ് ഉണ്ട്. നമ്മൾ ക്രിയേഷൻ ഇല്ലെങ്കിൽ എന്താണ്, നമ്മൾ അവസ്ഥയാണ്. നമ്മുടെ ട്രൂ സ്റ്റേറ്റ് എന്താണ്, നമ്മൾ അവസ്ഥയാണ്. നമ്മുടെ ട്രൂ സ്റ്റേറ്റ് എന്താണ്, നമ്മൾ സ്റ്റേറ്റ് തന്നെയാണ്. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് പ്രൊഫൗണ്ടായിട്ട് ഫീൽ ചെയ്ത് കിട്ടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് യൂണിയനിലേക്ക് പോകുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം, നമ്മൾ കോൺഷ്യസ്നെസ്സിന് വേണ്ടി സ്റ്റേറ്റിനെ ഉപേക്ഷിക്കാൻ പാടില്ല, ഫോമിന് വേണ്ടി സ്റ്റേറ്റിനെ ഉപേക്ഷിക്കാൻ പാടില്ല. നമ്മൾ സ്റ്റേറ്റ് ശരിയാക്കാൻ നോക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്റ്റേറ്റ് ശരിയാക്കിയില്ലെങ്കിൽ, നമ്മളിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ഫ്രീക്വൻസി ശരിയാക്കിയില്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന പുറത്ത് നിന്ന് അട്രാക്റ്റ് ചെയ്യുന്ന മാസ്കുലിനും ഫെമിനിനും അവിടെയാണ് നമുക്ക് കർമ്മ ഉണ്ടാവുമെന്ന് പറയാം. അവർ നമുക്ക് മാച്ച് ആയിരിക്കില്ല, നമ്മുടെ ഫെമിനിനോ മാസ്കുലിനോ ആയിരിക്കില്ല, ചെറുതായി വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ സ്റ്റേറ്റിനനുസരിച്ചിരിക്കും. നമ്മൾ സ്റ്റേറ്റ് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബാലൻസ്ഡ് സ്റ്റേറ്റിലാണെങ്കിൽ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് നമ്മുടെ കൗണ്ടർ പാർട്ടിനെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേറ്റ് നോക്കേണ്ടത്. വേറെ ഒന്നിനും വേണ്ടി സ്റ്റേറ്റ് മാറ്റാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേണിയിൽ നിങ്ങൾ ആദ്യമായി ട്വിൻ ഫ്ലെയിമിനെ കാണുമ്പോൾ ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയുന്നത്, നമ്മൾ ഹീൽഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ സ്റ്റേറ്റ് മാറ്റും. നമ്മുടെ ഫെമിനിനോ മാസ്കുലിൻ കൗണ്ടർ പാർട്ടിനോ വേണ്ടി നമ്മൾ നമ്മുടെ സ്റ്റേറ്റിനെ മാറ്റും. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും അധികം പെയിനും, നമ്മൾ ആ ഒരു പെയിൻഫുള്ളായിട്ടുള്ള ആ ഒരു സ്റ്റേറ്റിലേക്ക് പോണത് അവരെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ സ്റ്റേറ്റിലാണ് യൂണിയനിലിരിക്കുന്നത്. നമ്മൾ ശരിക്കും അവിടെ ചെയ്ത തെറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്റ്റേറ്റ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. സ്റ്റേറ്റ് ശരിയാക്കി കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ യൂണിയൻ ശരിയാവും, മാസ്കുലിനും ഫെമിനിനും തമ്മിലുള്ള അട്രാക്ഷൻ ശരിയാവും, അവരുടെ ആ ഒരു കർമ്മ ക്ലിയറാവും, കൗണ്ടർ പാർട്ടുകൾ ബാലൻസിലെത്തും. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേറ്റിനെ ആ ഒരു മിഡിൽ പോയിൻ്റ് ആക്കി എടുക്കുന്നത്. സ്റ്റേറ്റ് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് നമ്മളെ യൂണിയനിലേക്ക് കാലിബ്രേറ്റ് ചെയ്യുമെന്ന് പറയാം. ട്വിൻ ഫ്ലെയിംസ് തമ്മിലുള്ള ആ മീറ്റിംഗ് സ്റ്റേജിൽ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്റ്റേറ്റിനെ ഉപേക്ഷിച്ചുകൊണ്ടാണ് പാർട്ട്ണറിനെ പെർസ്യൂ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങളവിടെ ചെയ്യേണ്ടിയിരുന്ന കാര്യം നമ്മുടെ സ്റ്റേറ്റിനെ ശരിക്കും തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കൗണ്ടർ പാർട്ട് നിങ്ങൾക്ക് പെയിൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൗണ്ടർ പാർട്ട് നിങ്ങളുടെ ആ ഒരു സ്റ്റേറ്റായിട്ട് കമ്പാറ്റബിൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോയ്ഫുള്ളായിട്ടുള്ള ആ ഒരു സ്റ്റേറ്റായിട്ട്, നിങ്ങളുടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റായിട്ട് കമ്പാറ്റബിൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റേറ്റിനെ തിരഞ്ഞെടുത്തിട്ട് കൗണ്ടർ പാർട്ടിനെ ഉപേക്ഷിക്കണം. അതൊക്കെ അവർക്ക് കർമ്മയുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ട്വിൻസിൻ്റെ ഇടയിൽ കർമ്മയുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ എന്താ, ട്വിൻ ഫ്ലെയിം അവരുടെ കർമ്മ ക്ലിയർ ചെയ്ത് ബാലൻസ്ഡ് ആവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും യൂണിയനിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്റ്റേറ്റിനെ തിരഞ്ഞെടുക്കണം. നമ്മുടെ സ്റ്റേറ്റിലാണ് യൂണിയൻ ഉള്ളത്. മാസ്കുലിൻ എനർജി ഫെമിനിൻ എനർജി ഒന്നും ഇല്ല. ക്രിയേഷൻ ഇല്ലെങ്കിൽ ആ എനർജി ഒന്നും ഇല്ല, അല്ലെങ്കിൽ ആ രണ്ടും ഒന്ന് തന്നെയാണ്, ആ സ്റ്റേറ്റിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഇന്നർ യൂണിയനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ സ്റ്റേറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ ഏത് സ്റ്റേറ്റിലിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് തിരഞ്ഞെടുത്തിട്ട് അതിലേക്ക് പോകാനുള്ള ഒരു ബ്ലോക്കുകളൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്ത് കളയാന്നുള്ളതാണ്. ഇതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ക്രിയേഷനിലിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ആ ഒരു ഫോംലെസ്നെസ്സിനെ, നമ്മുടെ ആ ഒരു ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ആ ഒരു സെൽഫിനെ, മൾട്ടി ഡയമെൻഷനലായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ തയ്യാറായിട്ടുള്ള ആ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റിനെ നമുക്ക് അറിയാൻ പറ്റാത്തത് നമ്മൾ ഒരു ക്രിയേഷനിലിരിക്കുന്നത് കൊണ്ടാണ്. ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ കർമ്മ അല്ലേ. അതായത്
നമ്മൾ മാസ്കുലിൻ എനർജി ഫെമിനിൻ എനർജി ആയിട്ട് സ്പ്ലിറ്റഡ് ആണ്. ശരിക്കും മാസ്കുലിൻ എനർജിയും ഫെമിനിൻ എനർജി ഒന്നും ഇല്ല ക്രിയേഷൻ ഇല്ലെങ്കിൽ. അത് ക്രിയേഷൻ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നമ്മളൊന്ന് ഒരു റബ്ബർ ബാൻഡിനെ എടുത്ത് 2 അറ്റത്തേക്ക് വലിച്ചതാണ്. അപ്പോൾ ഒരു റബ്ബർ ബാൻഡിനെ എടുത്തിട്ട് നമ്മൾ 2 അറ്റത്തേക്ക് വലിക്കുമ്പോൾ അതിന് 2 അറ്റം ഉണ്ടാവില്ലേ, റൈറ്റ് സൈഡും ഉണ്ട് ലെഫ്റ്റ് സൈഡും ഉണ്ട്. അപ്പോൾ ഒരു സൈഡിനെ നമ്മൾ ഫെമിനിൻ എന്ന് പറയും, ഒരു സൈഡിനെ മാസ്കുലിൻ എന്ന് പറയും. അവിടെ ഒരു ക്രിയേഷൻ ഉണ്ടായി. അതിൻ്റെ നാച്ചുറൽ സ്റ്റേറ്റിൽ നിന്ന് റബ്ബർ ബാൻഡ് എന്ത് ചെയ്തു, അതിൻ്റെ നാച്ചുറൽ സ്റ്റേറ്റിൽ നിന്ന് വലിഞ്ഞിട്ട് ഒരു പ്രത്യേക തരം ക്രിയേഷനായിട്ട് മാറി അല്ലേ. അതിൻ്റെ ഫോം ചേഞ്ചായി ചെറുതായിട്ടൊന്ന്. അപ്പോൾ അതിനൊരു ഫോമും വന്നു. അതിന് ആ ഫോമിനെ പറ്റിയിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ്സും നമുക്കുണ്ട്. അത് മാറി എന്നുള്ള ഒരു കോൺഷ്യസ്നെസ്, ആ ഒരു തോന്നൽ നമുക്കുണ്ട്. അത് മാറി ആ സ്റ്റേറ്റല്ല അതിൻ്റെ നാച്ചുറൽ സ്റ്റേറ്റ് എന്നുള്ളത്. നമുക്കും അങ്ങനെയാണ്. നമ്മൾ മാറി നമ്മുടെ നാച്ചുറൽ സ്റ്റേറ്റിലല്ല എന്നുള്ള തോന്നൽ നമ്മൾ ക്രിയേഷനിലിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടാവും. നമ്മൾ ഈ ക്രിയേഷനെക്കാട്ടും അതീതമാണെന്നുള്ളൊരു തോന്നൽ നമുക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ ജസ്റ്റ് വലിഞ്ഞു എന്നുള്ളൂ. അത് ശരിക്കും യൂണിയനിലാണ്, അതൊരു ഫോമിലായി. അതിന് ആ ഒരു അതിങ്ങനെ വലിഞ്ഞപ്പോൾ അവിടെ ഒരു പ്രഷർ വന്നൂലേ, നമുക്കുണ്ടാവും ഒരു പ്രഷർ. നമ്മുടെ സോൾ പർപ്പസ് കണ്ടുപിടിക്കാനുള്ള, നമ്മുടെ സോളിലേക്കുള്ള ആ ഒരു പ്രഷർ, അതിലേക്ക് പോകാനുള്ള ഒരു പ്രഷർ എന്ന് പറയണത്, നമ്മുടെ ബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ഒരു പ്രഷർ എന്ന് പറയണത്. അപ്പോൾ അതിനർത്ഥം അവിടെ മാസ്കുലിൻ എനർജിയും ഫെമിനിൻ എനർജിയും ഉണ്ട്. പക്ഷെ അതൊരു കൺസെപ്റ്റാണ്. അത് നമുക്ക് ഡയറക്ഷൻ ഉള്ളത് കൊണ്ട്, നമുക്ക് നമ്മുടെ നാച്ചുറൽ സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ഡയറക്ഷൻ ഉള്ളത് കൊണ്ട് ഫോം ചെയ്യുന്ന 2 പോളാരിറ്റി മാത്രമാണ്. ആ പോളാരിറ്റി ഉള്ളത് കൊണ്ടാണ് അവിടെ ഡയറക്ഷൻ വന്നിട്ടുള്ളത്. നമുക്ക് എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ഷിഫ്റ്റായി എന്നുള്ള ആ ഒരു തോന്നൽ, അതിലേക്കുള്ള ആ ഒരു ഡയറക്ഷൻ ഉള്ളത് ആ പോളാരിറ്റി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ശരിക്കും നമ്മളെന്താണ്, ആ റബ്ബർ ബാൻഡിനെ വിട്ട് കളഞ്ഞാൽ എന്താണ്, നമ്മൾ ഫോംലെസ് ആണല്ലേ. ആ റബ്ബർ ബാൻഡ് അതിൻ്റെ നാച്ചുറലായിട്ടുള്ള സ്റ്റേറ്റിലേക്ക് എത്തും. അതിനെങ്ങോട്ട് വേണമെങ്കിലും വലിക്കാം, എങ്ങോട്ട് വേണമെങ്കിലും വളച്ചൊടിച്ച് ഏത് രൂപത്തിൽ വേണമെങ്കിലും ആക്കാം. പക്ഷേ അതിന് എത്ര രീതിയിൽ വേണമെങ്കിലും പോളറൈസ്ഡ് ആക്കാം. ആഞ്ഞു വലിക്കണമെങ്കിൽ ആഞ്ഞു വലിക്കാം അല്ലേ. അതിൻ്റെ നീളം കൂട്ടാം, എത്ര വേണമെങ്കിലും നീളം കൂട്ടാം, കുറയ്ക്കാം. ഇപ്പോൾ സ്ട്രെച്ചിങ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ച് നാച്ചുറൽ സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ആ ഒരു ആഗ്രഹവും കൂടും, ആ ഒരു ക്രേവിങ്ങും കൂടും. അപ്പോൾ ഒരുപാട് സ്പിരിച്വൽ ഗുരുക്കളെയൊക്കെ കണ്ടാൽ നമുക്കറിയാം, ചിലർക്ക് ഭയങ്കര ക്രേവിങ് ആയിരിക്കും, തിരിച്ചു പോകാനുള്ള ഒരു ക്രേവിങ്. അവർ ഭയങ്കരമായിട്ട് പോളറൈസ്ഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ വളരെ പോളറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെയധികം ജ്ഞാനം, യൂണിയനിലേക്ക് പോകാനുള്ള വളരെയധികം ജ്ഞാനം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കാരണം അവർ അങ്ങനെ ഒരു സ്റ്റേറ്റിലാണുള്ളത്. അവരെപ്പോഴും ആ ഒരു നാച്ചുറൽ സ്റ്റേറ്റിലേക്ക് പോകാൻ ക്രേവ് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റിലാണുള്ളത്. അപ്പോൾ മാസ്കുലിൻ എനർജിയും ഫെമിനിൻ എനർജിയും ശരിക്കും റിയൽ ഒന്നല്ല. ശരിക്കും അത് അതിനും അപ്പുറം ആ ഒരു യൂണിയൻ ഉണ്ടെന്നുള്ളത് ഒരു എറ്റേണൽ ആയിട്ടുള്ള ഒരു ട്രൂത്താണ്. അത് നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ട കാര്യമല്ല, നമുക്ക് ജസ്റ്റ് സംഭവിക്കുന്ന ഒരു റിയലൈസേഷനാണ്. ഞാൻ എൻ്റെ തന്നെ ഇടത്തു നിന്നും വലത്തു നിന്നും നോക്കുമ്പോഴുള്ള 2 വ്യൂ മാത്രമാണ് മാസ്കുലിനും ഫെമിനിനും എന്നുള്ളത്. എനിക്ക് ഇടത്തേക്ക് പോകാനും വലത്തേക്ക് പോകാനുമുള്ള കഴിവുണ്ട്. എനിക്ക് മാസ്കുലിനും ആകാം ഫെമിനിനും ആകാം എന്നുള്ളൊരു കഴിവുണ്ട്. അതാണ് ഇന്നർ യൂണിയനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടുമാണെന്നുള്ളത്. നമുക്ക് 2 എക്സ്പീരിയൻസുകളും കിട്ടും. ചിലപ്പോൾ നമുക്ക് TM എനർജിക്ക് പോകാൻ പറ്റും, DF എനർജിക്കും പോകാൻ പറ്റും. അപ്പോൾ അതാണ്. പിന്നെ അവിടെ മാസ്കുലിനും ഫെമിനിനൊന്നും വരുന്നില്ല. പിന്നെ ട്വിൻ ഫ്ലെയിമും സെപ്പറേഷനൊന്നും വരുന്നില്ല. അത് നമ്മളാണെന്നുള്ള ആ ഒരു റിയലൈസേഷനാണ് വരുന്നത്. അപ്പോൾ അതങ്ങനെയാണ്, ആ ഒരു സ്റ്റേറ്റാണ് എന്നുള്ളൊരു റിയലൈസേഷനാണ് വരുന്നത്. അവിടെ കാർമിക്കൊന്നും വരുന്നില്ല. എന്തിന് അവിടെ കാർമിക്കൊന്നുമില്ല. ജസ്റ്റ് ഒരു മായയായിരുന്നു, അല്ലെങ്കിൽ ഒരു ഇല്യൂഷനായിരുന്നു അല്ലേ. നമ്മളെ സ്ട്രെച്ച് ചെയ്തപ്പോൾ നമുക്ക് ഡിസ്കംഫേർട്ട് വന്നപ്പോൾ നമ്മൾ ആ ഒരു ഡിസ്കംഫേർട്ടിനെ അത് കുറേ പ്രൊജക്ഷൻസായിട്ട് ക്രിയേഷൻസ് ഉണ്ടായി. ആ ഡിസ്കംഫേർട്ട് എന്ന ആ ഒരു ഇമോഷൻ നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ആൾക്കാരായും സിറ്റുവേഷൻസായും ക്രിയേഷൻ ഉണ്ടായി. അപ്പോൾ ക്രിയേഷനില്ലെങ്കിൽ എന്താണ്, നമ്മൾ ഫോംലെസ് ആണ്, നമ്മൾ എറ്റേണലാണ്, നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയും. നമ്മൾ ജസ്റ്റ് എറ്റേണലാണെന്ന് തന്നെ പറയാം. എറ്റേണൽ ലൈഫ് ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം, നമ്മൾ സ്റ്റേറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതവർ പറയുന്നത്, നമ്മൾ ട്വിൻ ഫ്ലെയിം ജേണിയിൽ നിങ്ങൾക്ക് ഹീലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. നിങ്ങളുടെ സ്റ്റേറ്റ് ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അലൈൻമെൻറ്റ് വരും, മാസ്കുലിനും ഫെമിനിനായിട്ടുള്ള അലൈൻമെൻറ്റ് വരും. കാർമിക്ക് അവിടെ ഉണ്ടാവില്ല. നിങ്ങളുടെ റിയലൈസേഷനാണ്
കാർമിക് ഇല്ല എന്നുള്ള ആ ഒരു റിയലൈസേഷൻ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാർമിക് ഇല്ല എന്ന് മനസ്സിലാവുമ്പോൾ പിന്നെ അവിടെ കാർമിക് ഉണ്ടാവില്ല, നിങ്ങൾ ആ ഭാഗത്തേക്ക് എനർജി കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ആ ഒരു സ്റ്റേറ്റ് മാത്രമാണ് ഫീൽ ചെയ്തിരുന്നത്. എൻ്റെ ആ ഒരു സ്ട്രക്ചർ, ആ ഒരു ഫോമും എൻ്റെ ആ ഒരു കോൺഷ്യസ്നെസ്സും അല്ലെങ്കിൽ എന്നെ പറ്റിയിട്ടുള്ള ആ ഒരു അറിവും രണ്ടും കൂടി യൂണൈറ്റ് ആയപ്പോൾ ഞാനൊരു സ്റ്റേറ്റ് മാത്രമാണ് ഫീൽ ചെയ്തിരുന്നത്. ആ സ്റ്റേറ്റിൽ ഞാൻ ഭയങ്കര എംപ്റ്റി ആണെന്നാണ് ഞാൻ ഫീൽ ചെയ്തിരുന്നത്. ഞാൻ റിസീവിങ് ആണ്, അതുപോലെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരാളും കൂടിയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ചാനലും കൂടിയാണ്. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് എൻ്റെ ആ ഒരു ചാനൽ കംപ്ലീറ്റ് ആയ പോലെ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അതായത് ഞാൻ എൻ്റെ സ്റ്റേറ്റാണ് ഫീൽ ചെയ്തിരുന്നത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ സ്ട്രക്ചർ മാത്രമാണ് ഫീൽ ചെയ്തിരുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റേറ്റ് മാത്രമാണ് ഫീൽ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ സ്റ്റേറ്റ് മാത്രം ഫീൽ ചെയ്യുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ആ ഒരു ചിന്ത തോന്നിയത്, എൻ്റെ മാസ്കുലിൻ എനർജിയും ഫെമിനിൻ എനർജിയും കാണുന്നില്ല എന്നുള്ളത്, എൻ്റെ ആ ഡ്യുവാലിറ്റി കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ എൻ്റെ സ്റ്റേറ്റ് ഫീൽ ചെയ്യുമായിരുന്നു. യൂണിയനെ പറ്റി അധികം ചിന്തിക്കേണ്ട കാര്യമില്ല, നമ്മുടെ സ്റ്റേറ്റ് ഫീൽ ചെയ്താൽ മതി. അപ്പോൾ ആ സ്റ്റേറ്റിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു, എൻ്റെ മാസ്കുലിൻ എനർജിയും ഫെമിനിൻ എനർജിയും ഒന്നും കാണുന്നില്ല. എൻ്റെ ആ ഡ്യുവാലിറ്റി കൺസെപ്റ്റും പോളറൈസേഷനൊക്കെ പോയി. ഞാൻ ജസ്റ്റ് സ്റ്റേറ്റിലായി, അതായത് ഞാനായി എന്ന് ഞാൻ പറയാമല്ലേ. ആ ഞാൻ എന്ന് പറയുന്നത് എന്താണ്, എൻ്റെ ഫോമിലും അല്ല, എൻ്റെ ഫോമിനെ പറ്റിയിട്ടുള്ള കോൺഷ്യസ്നെസ്സിലല്ല ഉള്ളത്, അതിനെക്കാട്ടും അപ്പുറമാണെന്നുള്ളത് തോന്നൽ. നിങ്ങളിൽ അപ്പുറമായിട്ടൊന്നുമില്ല, നിങ്ങളുടെ സ്റ്റേറ്റിന് എപ്പോഴും നിങ്ങളുടെ ആ ഒരു ട്രൂ സെൽഫിക്ക്, ട്രൂ എസൻസിക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അവിടെ മാസ്കുലിനും ഫെമിനിനും വരുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ജസ്റ്റ് എന്താണോ അതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും മാസ്കുലിൻ എനർജിനെയും ഫെമിനിൻ എനർജിനെയും പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റിനെ പറ്റി ആലോചിക്കാൻ മറന്നു പോരുത്. എനർജികളെ പറ്റി സംസാരിച്ചുകൊണ്ട് നമ്മൾ പ്രവേശിക്കുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിലേക്കാണ്, നമുക്ക് യൂണിയനിലേക്കാണ് പ്രവേശിക്കേണ്ടത്.